ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 5-ാം തീയതിയാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ജൂൺ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും അതും കൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു സീരീസാണ്, ഒരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ രൂപത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ദ ലെജൻഡ് ഓഫ് ഹനുമാൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. 4-ാമത്തെ സീസണാണ്. ഇതിനു മുമ്പേ കഴിഞ്ഞ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ബാഹുബലി എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് ചെയ്ത അതേ ടീം തന്നെ ചെയ്തതാണ് ഈ ദ ലെജൻഡ് ഓഫ് ഹനുമാൻ എന്ന് പറഞ്ഞ സീരീസ്. ഒരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ സീരീസാണ്. നല്ലൊരു ക്വാളിറ്റി ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിലും അതുകൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഒരു മിസ്റ്ററി ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രഞ്ച് മൂവിയാണ്. അണ്ടർ പാരീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫ്രഞ്ച് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ അജയ് ദേവ്ഗൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സിനിമയായിരുന്നു മൈദാൻ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ലായിരുന്നു. നല്ല പ്രേക്ഷക പ്രതികരണം നേടിയിരുന്നെങ്കിലും വലിയ വിജയം കരസ്ഥമാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഈ സിനിമ ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ വന്നിരുന്നു. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ നോർമൽ ഓഡിയൻസിനും കാണുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. മൈദാൻ എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈം. ഈ 3 റിലീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷത്തെ റിലീസ് ചെയ്താൽ നോക്കാം. ഒരു സിനിമയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി എന്നുള്ള സിനിമയാണ്. പൃഥ്വിരാജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത, പൃഥ്വിരാജ് വില്ലൻ വേഷത്തിൽ വന്ന ബഡേ മിയാൻ ചോട്ട മിയാൻ എന്നുള്ള സിനിമയാണ്. അക്ഷയ് കുമാർ അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ തിയേറ്ററിൽ വമ്പൻ ഫ്ലോപ്പായി മാറിയ സിനിമയാണ്. വലിയൊരു ബജറ്റിൽ വന്ന സിനിമയായിരുന്നു. അട്ടർ ഫ്ലോപ്പ് തന്നെ പറയാം ഈ ഒരു സിനിമ. ഈ സിനിമ കണ്ട് എനിക്ക് എന്താ പറയുക, ഒരു ഏവറേജ് അനുഭവമായിരുന്നു ഈ ഒരു സിനിമ. എന്തായാലും കണ്ടു നോക്കാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി ഭാഷ മാത്രമല്ല മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഈ ഒരു സിനിമ അവൈലബിൾ ആയിരിക്കും. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ തമിഴിൽ നിന്ന് റിലീസ് ചെയ്ത നമ്മുടെ സുന്ദർസി സംവിധാനം ചെയ്ത സുന്ദർസിയും തമന്നയും രാഷ്ട്രീയ കന്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഏകദേശം 100 കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ നേടി നല്ലൊരു ഹിറ്റായി മാറിയ സിനിമയാണ് അരൺമനെ 4 എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ മാസം 21-ാം തീയതി ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. സിംപ്ലി സൗത്തിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സിംപ്ലി സൗത്തിൽ ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ജൂൺ മാസം 21-ാം തീയതി. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ടും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ് ജൂൺ മാസം 21-ന്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിനിമയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല, നമ്മുടെ ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന നടികർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ജൂൺ മാസം 27-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ എന്താ പറയുക ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിലൂടെ ഒരു രണ്ട് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.